വിചാരണ കോടതികൾ ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുന്നതിന് സർക്കുലർ വേണമെന്നാവശ്യപ്പെട്ട് സർക്കാർ സമർപ്പിച്ച ഉപഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. വിഷയത്തിൽ ഹൈക്കോടതി രജിസ്ട്രാറോട് റിപ്പോർട്ട് തേടിയിരുന്നു. വിശദാംശങ്ങൾ അശ്വതി നൽകും. അശ്വതി, നേരത്തെ തന്നെ കോടതികൾ ഈ ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുന്നതിൽ വലിയ രീതിയിൽ പരാജയപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർക്കാർ സമർപ്പിച്ച ഉപഹർജി, അതായത് കോടതികളിൽ ഡിജിറ്റൽ തെളിവുകൾ സൂക്ഷിക്കുന്നതിന് സർക്കാർ സമർപ്പിച്ച ഉപഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത്. കോടതിയുടെ പ്രധാന നിരീക്ഷണങ്ങൾ എന്തൊക്കെയാകും? വൃന്ദ, ഈ കേസിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ടാണ് ആദ്യം തന്നെ ഈ വിചാരണ കോടതികളിലുള്ള ഡിജിറ്റൽ തെളിവുകളിൽ തിരിമറി നടന്നു എന്ന് മനസ്സിലാകുന്നത്. ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ചില ഫോറൻസിക് എവിഡൻസുകളിൽ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ തെളിവുകളിൽ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹർജി ഈ നടി അതിജീവിത നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ആ ഹർജിയിൽ ഉപഹർജിയാണ് സർക്കാർ സമർപ്പിച്ചിരിക്കുന്നത്. ആ ഉപഹർജിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ കീഴ്ക്കോടതികൾക്ക് നൽകണം എന്നത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങളുള്ളത്. അതിൽ നേരത്തെ ഹൈക്കോടതി ഈ ഡിജിറ്റൽ തെളിവുകളും മറ്റും ഉപയോഗിക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ അത് സൂക്ഷിക്കുന്നതിനെയും സംബന്ധിച്ച് ചില നിർദ്ദേശങ്ങൾ വാക്കാൽ പരാമർശിച്ചിരുന്നു. അതായത് ഉത്തരവ് മുഖേനയാണ് ഇത്തരത്തിലുള്ള ചില നിർദ്ദേശങ്ങളുള്ളത്. അതൊരു സർക്കുലറായിട്ട് ഇറക്കണം എന്നതാണ് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം. അതിൽ പ്രധാനമായിട്ടും ഈ ഡിജിറ്റൽ തെളിവുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ക്യാമറ സംവിധാനങ്ങൾ വേണം, അത് റെക്കോർഡ് ചെയ്യണം. ഒപ്പം തന്നെ ഇത് കോടതി വ്യവഹാരങ്ങൾക്ക് ശേഷം ഇത് നശിപ്പിക്കുമ്പോൾ അതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പരാമർശിച്ചിരിക്കുന്നത്. ഈ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വളരെ അപകടകരമായിട്ടുള്ള ഒരു ഗുരുതര പ്രശ്നം ഉയർത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഉപഹർജിയും വന്നിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ സർക്കുലറായിട്ട് ഇറക്കണം എന്നതാണ് സർക്കാരിൻ്റെ ആവശ്യം. ഇക്കാര്യത്തിൽ മറ്റ് റിപ്പോർട്ടുകളെല്ലാം, അതായത് ഹൈക്കോടതി രജിസ്ട്രാറുടെ റിപ്പോർട്ടുണ്ട്, അതുകൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉത്തരവുണ്ടാവുക. എന്തായാലും ഈ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. വൃന്ദ. ശരി, അശ്വതിയാണ് വിശദാംശങ്ങൾ നൽകിയത്.